വാക്കുകൾ അവയ്ക്കൊരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും. എന്നാൽ അതേ വാക്കുകൾക്ക് ഒരാളുടെ ആത്മവിശ്വാസത്തെയും ആത്മസ്നേഹത്തെയും തകർത്തെറിയാനും കഴിയും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ കണ്ടത് കുറച്ചു പേരുടെ വറ്റാത്ത കണ്ണുനീരും മറ്റു ചിലരുടെ ക്രൂരമായ ചിരിയുമാണ്. ഒരു കുഞ്ഞിനായി കൊതിക്കുന്ന ഒരു പെണ്ണിന് ഈ സമൂഹം നൽകുന്ന വേദന എത്രത്തോളമാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശേഷം ഒന്നുമില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് അവരുടെ നെഞ്ചിൽ ഒരു തറയ്ക്കുന്ന ആണിയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ ഈ ചാനലിൽ വന്നിരിക്കുന്ന കുറേ കമൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ നമ്മുടെ സഹോദരിമാരുടെ സങ്കടമുണ്ട്, ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, അതിലുപരി മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ചില ക്രൂരന്മാരുമുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു കുഞ്ഞിനായി കൊതിക്കുന്നവർ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾ എത്രത്തോളമാണെന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. എന്നാൽ ആ വേദനയെ പരിഹസിക്കാനും ദുരുപയോഗം ചെയ്യാനും ചിലർ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഇതാ നിങ്ങൾ അയച്ച കമൻറ്റുകൾ, അവയ്ക്കുള്ള എൻ്റെ തുറന്ന മറുപടി. ആദ്യത്തെ കമൻറ്റാണ് ശ്രേയ കൃപയുടേത്. ഇൻഫെർട്ടിലിറ്റി ഞങ്ങളുടെ ബന്ധത്തിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നു. ഇത് ഞങ്ങളെ മാനസികമായി തളർത്തുന്നു എന്നാണ് കമൻറ്റ്. ശ്രേയ, നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നാം ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യം എന്താണെന്നറിയാമോ? സഹാനുഭൂതി, എമ്പതി. ഒരു കുഞ്ഞില്ല എന്നത് നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ പരാജയമല്ല. പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പരസ്പരം താങ്ങാവുക. ലോകം നിങ്ങളെ തളർത്താൻ നോക്കുമ്പോൾ വീടിനുള്ളിലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയണം. ഒരു കുഞ്ഞില്ല എന്നത് ഒരു കുറവല്ല, അതൊരു അവസ്ഥ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ എതിർത്താലും നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും സമാധാനം ലഭിക്കണം. പങ്കാളിയുമായിട്ട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് മിനി തോമസ് എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്നാണ്. സമൂഹത്തിലെ സമ്മർദ്ദങ്ങളും മറ്റുള്ളവരുടെ ചോദ്യങ്ങളും മനസ്സിൽ വലിയ ആഘാതം ഉണ്ടാക്കുന്നു. ഇത് എളുപ്പമുള്ള കാര്യമല്ല. മിനി, ഇവിടെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മര്യാദ പരീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ഒരു അവകാശമായി കാണുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾ ഒരാളുടെ ഹൃദയം തകർക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പാപമാണ്. മിനി, മറ്റുള്ളവരുടെ വായ മൂടിക്കെട്ടാൻ നമുക്ക് കഴിയില്ല, പക്ഷേ നമ്മുടെ കാതുകൾ അടച്ചുപിടിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അടച്ചുപിടിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. അടുത്തതായിട്ട് മൈൻഡ്ഫുൾ ടോക്സ് എന്ന് പറഞ്ഞ ഐഡിയയിൽ നിന്നാണ്. നാട്ടുകാർ ചോദിക്കുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടാകും. അതാണ് മനസ്സിനെ ഏറ്റവും മുറിപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ശീലമാണിത്. വിശേഷം ആയോ എന്ന ചോദ്യം ഒരു സ്നേഹപ്രകടനമായിട്ട് അവർ കാണുന്നു. എന്നാൽ വേദനിക്കുന്നവർക്ക് അതൊരു കത്തി കൊണ്ട് കുത്തുന്ന പോലെയാണ് തോന്നുന്നത്. വാക്കുകളിലെ മര്യാദ പാലിക്കാൻ നമ്മുടെ സമൂഹം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്തതാണ് ലോജിക് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഐഡിയയിൽ നിന്ന്. എല്ലാ വീഡിയോയിലും ദൈവം മാത്രം. അത് കേട്ട് കേട്ട് ഇറിറ്റേഷൻ ആകുന്നു. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കൂ എന്നാണ് ആ ആൾ പറയുന്നത്. നിങ്ങളുടെ യുക്തിയെ ഞാൻ മാനിക്കുന്നു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട മൂല്യം ടോളറൻസ് ആണ്. ഒരാൾക്ക് പ്രാർത്ഥനയിലൂടെയാണ് സമാധാനം ലഭിക്കുന്നതെങ്കിൽ മറ്റൊരാൾക്ക് അത് ശാസ്ത്രത്തിലൂടെയാകാം. രണ്ടിനെയും ബഹുമാനിക്കുക എന്നതാണ് ധർമ്മം. വിശ്വാസം ഒരാൾക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി ചെറുതല്ല. ഇനിയും എൻ്റെ പേഴ്സണൽ കാര്യം പറയുവാണെങ്കിൽ ഞാനൊരു നല്ല ദൈവവിശ്വാസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവം എന്ന് പറഞ്ഞ ഞാൻ എന്തായാലും വീഡിയോയിനകത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ കാണാതിരിക്കുക, അത്രമാത്രം. അടുത്തത് ഡാർക്കർ വ്യൂ എന്ന് പറഞ്ഞ ഒരു ഐഡിയയിൽ നിന്നാണ്. കുഞ്ഞൊരു ശാപമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാരണം എന്നൊക്കെയാണ് കുഞ്ഞിനെ വിളിച്ചിരിക്കുന്നത്. ഈ കമൻ്റ് എഴുതിയ വ്യക്തിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളും ഒരിക്കൽ ഒരു കുഞ്ഞായിരുന്നില്ലേ? അന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഒരു ശാപമായിട്ടാണോ കണ്ടത്? ഒരു കുഞ്ഞിനായി കൊതിക്കുന്നവരുടെ മുന്നിൽ നിന്ന് ഈ വാക്കുകൾ പറയുന്നത് എത്ര വലിയ പാപമാണ്. കുഞ്ഞൊരു ശാപമല്ല, അതൊരു അനുഗ്രഹമാണ്. കുഞ്ഞില്ലാത്തതും ഒരു ശാപമല്ല. പക്ഷേ മറ്റൊരാളുടെ വേദന കണ്ട് ആസ്വദിക്കുന്ന നിങ്ങളുടെ ഈ മനസ്സുണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാപം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത്തരം നെഗറ്റീവ് മനുഷ്യർ പറയുന്നത് കേട്ട് നിങ്ങൾ തകരരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം മറ്റൊരാളുടെ വാക്കുകളിലല്ല, നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് കാണിക്കുക എന്നാണ് ഇത്തരം ക്രൂരതകൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി. ഇതുവരെ നമ്മൾ കേട്ട കമൻറ്റുകൾ സാധാരണ കമൻറ്റുകളുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. എന്നാൽ ഇനിയും പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്നെ ശരിക്കും വേദനിപ്പിച്ചു, അതിലുപരി ദേഷ്യം പിടിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. സഹായം എന്ന പേരിൽ ചിലർ നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും സമീപിക്കുന്ന രീതി കേട്ടാൽ ആരും അറച്ചു പോകും. അവരോട് എനിക്ക് ചിലത് പറയാനുണ്ട്. കമൻറ്റ്സ് ഞാൻ ഇവിടെ തന്നെ കൊടുത്തേക്കാം, നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ. വായിക്കാൻ തന്നെ അറപ്പാകുന്ന രീതിയിലാണ് അവരുടെ കമൻറ്റുകൾ. സുമിത്, ലുഞ്ചിക്കുട്ടൻ, നിങ്ങളെ പോലുള്ളവർ ഈ സമൂഹത്തിന് തന്നെ അപമാനമാണ്. സഹായം തേടി വരുന്ന സ്ത്രീകളെ ഇത്രയും മോശമായ രീതിയിൽ സമീപിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? ഇത്തരക്കാരെ എൻ്റെ ചാനലിൽ നിന്നും പുറത്താക്കുക മാത്രമല്ല, സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്യാനും എനിക്ക് മടിയുണ്ടാകില്ല. സ്ത്രീകളെ ബഹുമാനിക്കാനാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്.
അടുത്തതും ഇതേ കാറ്റഗറിയിൽ വരുന്ന ഒരു കമൻ്റാണ്. കുട്ടികൾ വേണമെന്ന് പറയുന്നവർ എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ കൂടെ സഹകരിക്കണം എന്ന് മാത്രം എന്നാണ് ആ ആൾ പറഞ്ഞിരിക്കുന്നത്. സഹകരണം എന്ന പേരിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. നിസ്സഹായരായ മനുഷ്യരെ ചൂഷണം ചെയ്യാമെന്ന് കരുതരുത്. ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ ആരും വീഴരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്ത കമൻ്റാണ്. IVF പോലുള്ള ചികിത്സ വെറും ചുമ്മാതാണ്, പൈസ പോകും എന്നല്ലാതെ ഒരു കാര്യവുമില്ല എന്നാണ് പറയുന്നത്. ചികിത്സയാൽ പരാജയപ്പെടാം, അത് സത്യമാണ്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചത് ശാസ്ത്രത്തിന്റെ സഹായത്തോടെ തന്നെയാണ്. പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് ആധുനിക വൈദ്യശാസ്ത്രം ഒരു വലിയ അനുഗ്രഹമാണ്. അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയരുത്. അടുത്ത കമൻ്റാണ്. IVF ഫെയിലിയർ ആയാൽ ഒരിക്കലും നോർമൽ ഉണ്ടാകില്ല എന്നതാണ് സത്യം എന്നാണ് ആ ആൾ പറയുന്നത്. ഇതൊരു തെറ്റായ ധാരണയാണ്. IVF പരാജയപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായ രീതിയിൽ ഗർഭിണികളായ നിരവധി പേരുണ്ട്. ശരീരത്തിന്റെ സമ്മർദ്ദം കുറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാം. തെറ്റായ അറിവുകൾ പ്രചരിപ്പിക്കാതിരിക്കുക ദയവ് ചെയ്ത് പ്ലീസ്. അടുത്ത കമൻ്റാണ്. പോക്കാടൻ എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന്. കമൻറ്റ് ഞാൻ ഇവിടെ തന്നെ കൊടുത്തേക്കാം, നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ. മറ്റൊരാളുടെ വേദനയിൽ തമാശ കണ്ടെത്തുന്നത് എത്രത്തോളം തരം താഴ്ന്ന പ്രവൃത്തിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം പരിഹാസങ്ങൾ കൊണ്ട് നിങ്ങൾ ആരെയും തോൽപ്പിക്കുന്നില്ല, പകരം നിങ്ങളുടെ സ്വന്തം സ്വഭാവത്തിന്റെ കുറവാണ് ഇവിടെ വെളിവാകുന്നത്. അടുത്ത ഒരു കമൻ്റാണ്. വ്യൂവർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന്. വീഡിയോകൾ ഉപകാരപ്രദമാണ്, പക്ഷെ 5 മുതൽ 9 മിനിറ്റ് വരെ നീളുന്നു, 2 മിനിറ്റിനുള്ളിൽ നിർത്താൻ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ്. നമ്മുടെ ഈ കമൻറ്റ് സമയത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ അഭിപ്രായം ഞാൻ 100% ഉൾക്കൊള്ളുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് IVF പോലുള്ള സങ്കീർണമായൊരു മെഡിക്കൽ വിഷയത്തെക്കുറിച്ചാണ്. ഇതിലെ ഓരോ ഘട്ടവും, അതായത് ഹോർമോൺ ഇഞ്ചക്ഷൻ മുതൽ എംബ്രിയോ ട്രാൻസ്ഫർ വരെ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടതുണ്ട്. 2 മിനിറ്റിൽ ഒരു തമാശ വീഡിയോ ചെയ്യാം, പക്ഷേ ആരോഗ്യപരമായ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അത് പകുതി അറിവ് നൽകുന്നതിന് തുല്യമാകും. എങ്കിലും നിങ്ങളുടെ സമയം ലാഭിക്കാൻ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രധാന പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തി ഷോർട്സ് വീഡിയോകൾ പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിന് നന്ദി. പിന്നെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. നിങ്ങൾക്ക് വീഡിയോയുടെ മെയിൻ പോയിന്റ്സ് കാണാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് വേറെ ചാനലിലെ. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ കമൻറ്റുകൾ വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. IVF എന്നത് വെറും ഒരു ചികിത്സയല്ല, അത് പ്രതീക്ഷകൾ അസ്തമിച്ചവർക്ക് ലഭിക്കുന്ന ഒരു വലിയ വെളിച്ചമാണ്. പണം പോകുമെന്നും ഇത് വെറും അന്ധവിശ്വാസമാണെന്നും ഒക്കെ പറയുമ്പോൾ ഇതിലൂടെ ഒരു കുഞ്ഞിനെ ലഭിച്ച മാതാപിതാക്കളുടെ സന്തോഷം കൂടി നമ്മൾ കാണണം. 2 മിനിറ്റിൽ ഒതുക്കാൻ കഴിയാത്തത്ര വലിയൊരു വിഷയമാണിത്. ജീവിതം ഒരു ശാപമല്ല, അത് ഓരോ നിമിഷവും ആഘോഷിക്കാനുള്ളതാണ്. നമുക്കൊരുമിച്ച് ഈ ലോകത്തെ കുറച്ചുകൂടി പോസിറ്റീവ് ആക്കാം, കുറച്ചുകൂടി പോസിറ്റീവ് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കാം. സുഹൃത്തുക്കളെ, നിങ്ങളോട് ആരെങ്കിലും അനാവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ, വിശേഷം ആയില്ലേ, അതുപോലത്തെ അനാവശ്യ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അവരോടുള്ള മറുപടി നൽകാൻ നിങ്ങൾക്ക് കഴിയണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ എല്ലാ കമൻസിനെ പറ്റിയിട്ടും നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് തന്നെ കൊടുത്തേക്കാം. നിങ്ങളുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി ലഭിക്കാൻ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ ഫെർട്ടിലിറ്റി യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ കുഞ്ഞു ചിരിക്കായുള്ള കാത്തിരിപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്.